ശാഖ വാർഷിക പൊതുയോഗവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. എ കുമാരൻ ഉദ്ഘാടനം ചെയ്തു. മുതലഞ്ചിറ ശിവദാസിന്റെ വസതിയിൽ വെച്ച് നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം എഴുത്തച്ഛൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി എ കുമാരൻ നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് CK സേതുമാധവൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി CK രമേശ് റിപ്പോർട്ട് അവതരണം നടത്തി. ചടങ്ങിൽ വെച്ച് ശാഖയ്ക്ക് സ്വന്തമായി ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടി സൗജന്യമായി സ്ഥലം തന്ന് സഹകരിച്ച ശാഖാ എക്സിക്യൂട്ടീവ് അംഗം സജീഷ് കരിമ്പനക്കലിൽ നിന്നും ശാഖാ പ്രസിഡന്റ് CK മാധവൻ സ്ഥലത്തിന്റെ രേഖ ഏറ്റുവാങ്ങി. സ്ഥലം വിട്ടുതന്ന സജീഷ് കരിമ്പനക്കലിനും രാധാചന്ദ്രൻ മെമ്മോറിയൽ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ ചന്ദ്രൻ ചാഴിയോട്ടിൽ തെക്കേതിലിനെയും എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് MA കൃഷ്ണനുണ്ണി ആദരിച്ചു. കൂടാതെ അബാക്കസ് നാഷണൽ ലെവൽ വിന്നർ MV വൈശാഖ്, SLC+2 വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പിന്റെ വിതരണവും ചന്ദ്രൻ ചാഴിയോട്ടിൽ തെക്കേതിൽ നിർവഹിച്ചു. എഡ്യൂക്കേഷൻ ട്രസ്റ്റുമാരായ PR ബാബു, PR ബാലകൃഷ്ണൻ, ശാഖ എക്സിക്യൂട്ടീവ് അംഗം പ്രിയ സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി CN ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ശാഖാ ഖജാൻജി MR രാംകുമാർ വരവ് ചെലവ് കണക്ക് അവതരണം നടത്തി. ശാഖയിൽ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും ഈ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രവർത്തനം അതൊന്നും നോക്കാൻ നിങ്ങൾ പോകണ്ട. അത് നമുക്ക് ആവശ്യമുണ്ട്, നേതൃത്വം നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ അത് അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ശാഖയിലെ കാര്യങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആവണം. അതായത് സ്വയം പര്യാപ്തത നമുക്ക് നേടാൻ പറ്റണം. അത് കഴിഞ്ഞിട്ട് മതി മുകളിലത്തെ കാര്യം. വീട്ടിലത്തെ കാര്യം കഴിഞ്ഞിട്ട് പുറത്തെ നാട്ടിലെ കാര്യം അന്വേഷിച്ചാൽ മതി. പണ്ട് നമ്മുടെ കാരണന്മാർ പറയില്ലേ, അതാ നല്ലത്. പുറത്തെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ വീട്ടിലെ കാര്യം അന്വേഷിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പൂർത്തിയാക്കാനും നടത്താനും നമുക്ക് സാധിക്കണം. അതിന് എല്ലാവിധ ഭാവുകാശംസകളും അടുത്ത വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ എല്ലാവിധ ഭാവുകാശംസകളും ഞാനിവിടെ നേരുകയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു അബാക്കസിലെ അവാർഡ് മേടിച്ച കുട്ടി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഏതായാലും ആ കുട്ടിയെ കൂടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പിന്നെ നമുക്കിവിടെ മാതൃകാപരമായിട്ട് 2 വ്യക്തികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇനിയും ഇതേപോലെയുള്ള ആൾക്കാർ ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളെ സഹായിക്കാനും അതുപോലെ സ്ഥലം തന്ന് നമ്മളെ സഹായിക്കാനും 2 വ്യക്തികൾ തന്നിട്ടുണ്ട്. അതുപോലെ ഇനി നമ്മുടെ ശാഖയ്ക്ക് വേണ്ട